എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, അമ്പും വില്ലും, ബോബി ഡിയോള്, പാസ്റ്റ്, വൈക്കിങ്, പ്രസന്റ്, ഒടുക്ക പടക്കക്കട ഗുദാഹവ എന്ന് പറയണ പോലെ നമ്മുടെ കങ്കുവ ഗുദാഹവേ. റിവ്യൂയിലേക്ക് കടക്കാം. വെൽക്കം ടു ജിജേവേഴ്സ്. ദിസ് ഇസ് മീ ജിജി. സൂര്യയുടെ ഒരു തിയേറ്ററിൽ നമ്മൾ സൂര്യയെ കണ്ടിട്ട് ഒരു 2 വർഷം കഴിയുന്നു. വിക്രമിന്റെ റോളക്സ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്ത് ഭയങ്കരമായ ഒരു ഇമ്പാക്റ്റ് ജനറേറ്റ് ചെയ്തിട്ടാണ് സൂര്യ കുറച്ച് നാൾ തിയേറ്റർ മൂവീസിന് ബ്രേക്ക് എടുത്തത്. ഇതിനിടയ്ക്ക് സൂര്യ ഒ ടി ടി മൂവീസ് ചെയ്തു, അവാർഡുകൾ കിട്ടി. ആക്ടിംഗ് വൈസ് സൂപ്പർ ആയിട്ടുള്ള ഒരു ആക്ടറാണെന്ന് തെളിയിച്ചും കഴിയും. ഇനി നമുക്ക് എല്ലാവർക്കും, സൂര്യ ഫാൻസിന് മാത്രമല്ല ഒരു സാധാരണ പ്രേക്ഷകന് ഉൾപ്പെടെ ആവശ്യം എന്ന് പറയുന്നത് സൂര്യയുടെ സ്റ്റാറിനെ യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. സോ കങ്കുവയുടെ എല്ലാതരം പ്രൊമോഷൻസും കണ്ടപ്പോൾ ഞാനത് ഒരുപാട് എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ട്രെയിലറിന്റെ കുറച്ച് സാധനങ്ങൾ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എവിടേക്കോ പാളി തുടങ്ങിയോ എന്നൊക്കെ തോന്നി. എന്നാലും ഞാൻ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെയാണ് പോയത്. രാവിലെ 4 മണിക്കാണ് ഷോ. സോ നേരത്തെ എഴുന്നേറ്റ് തിയേറ്ററിലൊക്കെ പോയി. പക്ഷെ 4:45 കഴിഞ്ഞപ്പോഴാണ് സിനിമ തുടങ്ങിയത്. വളരെ ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് റിവ്യൂ ലേറ്റ് ആവും. സോ ഞാൻ തിയേറ്ററിൽ പോയി. അങ്ങനെ ഇരുന്നു. 2-3 ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ സ്റ്റാർട്ട് ചെയ്തു. സിനിമയുടെ തുടക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസ്റ്റ് പ്രസന്റ് എല്ലാം ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഒരു വളരെ മോഡേൺ ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ശരി, സിനിമയല്ലേ, ലോജിക്ക് നമ്മൾ നോക്കണ്ട, സിനിമയാണ്. സോ ഭയങ്കര മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ഒരു മനുഷ്യന്റെ ബ്രെയിനിനെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം. മറ്റേ നമ്മൾ ലൂസി സിനിമയിലൊക്കെ കണ്ടപോലെ ബ്രെയിനിന്റെ ഇത്ര ശതമാനം നമ്മൾ ഫോഴ്സ്ഫുള്ളി യൂസ് ചെയ്യുക. പിന്നെ അതിന്റെ പഴയ DNA എന്തൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുക, ബ്രെയിൻ റിലേറ്റഡ് പരിപാടിയാണ്. അപ്പൊ അങ്ങനെ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്നൊരു പയ്യൻ രക്ഷപ്പെടുന്നു. ആ രക്ഷപ്പെടുന്ന പയ്യൻ ആദ്യം തേടിപ്പോകുന്ന സൂര്യയാണ്. അവിടെ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. പിന്നെ ഞാൻ കഥ കൂടുതൽ റിവീൽ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾ അറിയട്ടെ. എന്തായാലും അപ്പൊ അങ്ങനെ സിനിമ ആരംഭിക്കുന്നു. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ സൂര്യയുടെ ക്യാരക്ടർ കാണിക്കുകയാണ്. ഫ്രാൻസിസോ അങ്ങനെ എന്തോ ഒരു പേരാണ്. ഭയങ്കര ലുക്കൊക്കെയാണ്, വെള്ളമുടിയൊക്കെ വെച്ച്. ഇൻട്രോ മുതലേ എനിക്ക് തോന്നി ഇത് പാടി തുടങ്ങുന്നുണ്ടോ. കാരണം എന്താ വെച്ചാൽ ടിക്ടോക്കിലൊക്കെ കണ്ടിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, ചില ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ആ ലെവല് ജോക്സും വളരെ ഒരു എന്താ പറയുക, ഒന്നും കണക്ട് ആവാത്ത രീതിയിലുള്ള, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇടിക്കുന്നു വില്ലന്മാരെയൊക്കെ. എനിക്ക് മനസ്സിലാവുന്നില്ല, ഭയങ്കര ഒരു ഓവറായിട്ടൊരു ക്യാരക്ടർ. എനിവേസ് ഓക്കെ, നമുക്ക് പോട്ടെ എന്ന് വെക്കാം. കൽക്കിയിൽ ഇപ്പൊ പ്രഭാസ് തുടക്കത്തിൽ കാണിച്ച പോലെ എന്തെങ്കിലും ഒരു ഇതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഒരു ബൗണ്ടി ഹണ്ടറിന്റെ ക്യാരക്ടറാണ്. ഒപ്പം യോഗി ബാബു ഉണ്ട്, ദിശ പട്ടാനി ഉണ്ട്. അപ്പൊ അങ്ങനെ ക്യാരക്ടർ അങ്ങനെ കുഴപ്പമില്ലാതെ അങ്ങനെ പോകും. അങ്ങനെ പോയിട്ട് പിന്നെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് പാസ്റ്റിന്റെ സീക്വൻസ് കാണിക്കുന്നുണ്ട്. അതായത് എങ്ങനെ ഈ ക്യാരക്ടറിനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പാസ്റ്റിന്റെ ഒരു സാധനം ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ തന്നെ മറ്റേ കിട്ടില്ല ഒരു BGM ഉണ്ട്. ആ ഒരു സാധനത്തിൽ നൈസായിട്ട് വർക്കായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പാസ്റ്റ് കാണിക്കുമ്പോഴത്തേക്കും ഞാൻ എന്തോ ഇനി പാസ്റ്റ് കാണണം, എനിക്ക് അവിടെയാണ് എനിക്ക് പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ കഥ പാസ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്കും സത്യം പറയുന്നത് സിനിമ നേരെ മരക്കാറിലേക്ക് മാറി. നമ്മുടെ മരക്കാറുണ്ടല്ലോ, അറബിക്കടലിന്റെ സിംഹം, അതിലെ ഒരു പോലെ എന്താ പറയുക, സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് സഞ്ചരിക്കുന്ന ഒരു നാടകമായിട്ട് മാറി. ബോബി ഡിയോളും കൂട്ടരൊഴിക്കുന്ന ഒരു തീ സെറ്റ്, സൂര്യയും കൂട്ടരൊഴിക്കുന്ന ഒരു കാർഡ് സെറ്റ്, അങ്ങനെ ഈ സെറ്റിലോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയായി. VFX കുറേ സീനുകളിലൊക്കെ നന്നായിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് കുറേ സീനുകളിൽ മറ്റേ ഫ്രീ ആയിട്ട് കിട്ടുന്ന മറ്റേ കാക്ക പറന്നു പോണതിന് ക്ലിപ്പാർട്ടിൽ കാക്കയെ എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എല്ലാത്തിനും കൂടെ സ്ക്രോൾ ചെയ്ത് വിട്ട പോലെ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. വളരെ മിസ്റ്റേക്ക്, വളരെ അതൊക്കെ VFXലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയായിരുന്നു ആ ഒരു പോർഷനിലൊക്കെ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വേണ്ടായിരുന്നു. എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ട് ഭയങ്കരമായിട്ട് ചീറ്റിപ്പോയി VFXലൊക്കെ. അത് പിന്നെ കപ്പലിൽ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വെള്ളം തെറിക്കുന്ന സീനൊക്കെ ഒരു VFX ആർട്ടിസ്റ്റ്, എൻ്റെ ഒരു ഫ്രണ്ട് വിക്കി ഒരു VFX ആർട്ടിസ്റ്റ് ആണ്, ഒരുപാട് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് പേഴ്സണലി അറിയാം എങ്ങനെയാണ് ഇതിന്റെ പരിപാടി വർക്ക് ചെയ്യുന്നത്, എന്ത് പെർഫെക്ഷനോടെ ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് എഫേർട്ട് ഒന്നും വേണ്ട, പക്ഷെ ഇത് വളരെ ഉഴപ്പി ചെയ്തിരിക്കുന്ന ഒരു VFX വർക്കാണ്. നമ്മൾ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ബോട്ടിലെ സീനൊക്കെ അയ്യോ പറയണ്ട. ഇനി സൂര്യയിലേക്ക് വരാം. സൂര്യ എന്ന് പറഞ്ഞ ആക്ടർ ഞാൻ പറഞ്ഞല്ലോ, ഇനി പ്രൂവ് ചെയ്യാനായിട്ടൊന്നും ബാക്കിയില്ല. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഇതിനകത്തും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു ക്യാരക്ടർ ഭയങ്കര ഓവറായിട്ട് ചെയ്തു. അതായത് പ്രസന്റിലുള്ള ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഓവറായിട്ട് ചെയ്തു. പക്ഷെ പാസ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്കും കങ്കുവ എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു നാക്കൊക്കെ വെച്ചൊരു സംഭവം, മാൻഡ്രസും ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോഴൊക്കെ ഉള്ള രീതികളും എല്ലാം കൊള്ളാം.
പിന്നെ എനിക്ക് ഈ സിനിമ കണ്ട എന്റെ തൊണ്ട വരെ പോയി. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സിനിമ കഴിഞ്ഞതിന് എനിക്ക് തോന്നുന്നു ആദ്യം ഇതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം കൂടെ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്ത കുറെ വിക്സ് മുട്ടായിയോ അല്ലെങ്കിൽ സ്ട്രപ്സൻസോ ആണെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ സിനിമ തുടങ്ങുന്ന മുതൽ ഈ പാസ്റ്റ് കാണിക്കുന്ന മുതൽ പാസ്റ്റിന്റെ എപ്പോൾ കാണിക്കുന്നു അപ്പോഴൊക്കെ അലറലാണ്. എന്തോന്ന് നാടിന്റെ പേരൊക്കെ കിടന്ന് കീറി വിളിയാ, മൊത്തം കീറി വിളിയാ. അതിനിടയ്ക്ക് പിന്നെ ചെറുക്കം വരുന്നു. കഥ ഞാൻ പറയുന്നില്ല, കഥ എന്തെങ്കിലും നിങ്ങളുടെ തിയേറ്ററിൽ പോയി കാണുന്നെങ്കിൽ അപ്പം മനസ്സിലായിക്കോട്ടെ. സിനിമ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഒക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു രീതിയിൽ കൊണ്ട് നിർത്തി. വളരെ ക്ലീഷയായിട്ടുള്ള ഇന്റർവെല്ലൊക്കെയാണ്. പോട്ടെ എന്ന് വിചാരിക്കും. സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പോഴത്തേക്ക് പിന്നെ ലാഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇനി എങ്ങനെയാണ് ഇത് പോയി നിൽക്കാൻ പോകുന്നതെന്ന് അറിയാം. അപ്പോൾ ആ ഒരു ലാഗ് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമയ്ക്ക് അല്പമെങ്കിലും ഒരു എലവേഷൻ വരുന്ന ഒരു ഗസ്റ്റ് റോൾ വരുമ്പോഴാണ്. അപ്പോൾ ഓക്കെ, ആ ഗസ്റ്റ് റോൾ വന്നിട്ട് അത് ഒരു കോമഡി പീസായിപ്പോയി. എനിക്ക് മൊത്തത്തിൽ സിനിമ വളരെ ഒരു നിരാശ തോന്നിപ്പോയി. ഞാൻ ഇത്രയും ഒരു മോശം സിനിമ പ്രതീക്ഷിച്ചല്ല പോയത്. വളരെ ഡിസപ്പോയിന്റഡ് ആയിപ്പോയി. കാരണം എന്തുവാ കാണിച്ചു വെച്ചേക്കുന്നേ? അയ്യേ, എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ ഞാനെന്നുള്ളൊരു പ്രേക്ഷകൻ ഒരു 3D പടമാണ്. അപ്പോൾ 230-240 രൂപ മുടക്കിയാണ് നമ്മളൊരു ടിക്കറ്റ് എടുത്ത് പോകുന്നത്. അപ്പോൾ അത്രയും ഒരു ഇത് മുടക്കി പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണണമല്ലോ. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. പിന്നെ 3Dയിൽ 1-2 രംഗങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. ജംസ് വാരി എറിയുന്ന ഒരു രംഗം, പിന്നെ അമ്പ് വരുന്നത്, അതൊക്കെ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ മെയിൻലി VFX വരേണ്ടിയിരുന്നൊരു കാക്ക രംഗം അത് പാളി. അല്ല, ചില രംഗങ്ങൾ, ഒരു ക്രോക്കഡൈൽ ഫൈറ്റ് അത് സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എടുത്ത് പറയണം. ഇവരെടുത്ത എഫേർട്ടിനെ നമ്മൾ പുകഴ്ത്തണമല്ലോ. അപ്പോൾ ശിവയാണല്ലോ ഡയറക്ടർ. സൂര്യ ഒരുപാട് കഷ്ടപ്പെട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ആ ക്രോക്കഡൈൽ ഫൈറ്റ് സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു പാട്ടുണ്ട്, അത് നല്ല വൈബ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് അതിന് മറ്റേ തീ ഫയറൊക്കെ വെച്ചിട്ടുള്ള സാധനമൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള പരിപാടിയാണ് ആ പാട്ട്, അത് കൊള്ളാം. പിന്നെ അല്ലാതെ ഫൈറ്റ് രംഗമുണ്ട്, ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഉള്ളൊരു ഫൈറ്റ് രംഗം, ഈ പറഞ്ഞ മറ്റേ 6 പാക്ക് ഒക്കെ കാണിക്കുന്ന പാവം കേട്ടോ, കുറേ കഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ബോഡി ഷേപ്പ് ചെയ്യാൻ ഈ കിടന്ന് അലറി ഞാനൊക്കെ തൊണ്ട പോകും. നമുക്ക് ഇങ്ങനെ കിടന്ന് അലറി ഇങ്ങനെ കുറച്ചിങ്ങനെ കിടന്ന് അലറുമല്ലേ സിനിമ തുടങ്ങിയപ്പോൾ അവർ. അപ്പോൾ ഇങ്ങനെ അലറി പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കഷ്ടപ്പെട്ട് ചെയ്ത ആ ഒരു ക്ലൈമാക്സിനോട് എടുക്കുന്ന ഒരു ഫൈറ്റ് രംഗമൊക്കെ നന്നായിട്ടുണ്ട്. അവിടെ ഒന്നും പാളിയിട്ടില്ല. പക്ഷെ പാളിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഒരു ഫ്ലോ ഉണ്ടല്ലോ. സിനിമയുടെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രീതിയിൽ കൊണ്ടുപോകാം. ഇവർക്ക് ആക്ച്വലി സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ആദ്യം കുറച്ച് നേരം. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, പ്രസന്റിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മറ്റേ അത് വെച്ചിട്ട് പാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കിട്ടിലുമായിട്ട് കയറി ക്ലിക്ക് ആവുന്നുണ്ട്. പക്ഷേ നേരെ തിരിച്ച് പാസ്റ്റിലോട്ട് പോയി പാസ്റ്റ് കാണിക്കുന്ന മെയിൻ സ്റ്റോറി എത്തിയപ്പോഴത്തേക്കും പാടുന്നു. പിന്നെ കൈവെട്ടൽ കണ്ട എല്ലാവരുടെയും കൈയൊക്കെ വെട്ടും. 100 പേരുടെ കൈയൊക്കെ വെട്ടി അങ്ങ് എടുത്തിടുന്നത്. പിന്നെ ചുമ്മാ കൈവെട്ടൽ, കാൽവെട്ടൽ, തലവെട്ടൽ, അതിൻ്റെ വയലൻസിനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സാധനവും വർക്കൗട്ട് ആയിട്ടില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ 2-3 സാധനങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സിനിമ, ഞാനാണെങ്കിൽ സത്യം പറയില്ല, ഒരു ഓപ്പൺ മൈൻഡോടെ. കാരണം എന്ന് വെച്ചാൽ ഓക്കെ ശരി, തമിഴ് സിനിമയാണ്, എല്ലാമാണ്, ഇന്ത്യൻ സിനിമയാണ്, ഓക്കെ ലോജിക്ക് ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷെ ലോജിക്കിൻ്റെ അല്ല പ്രശ്നം. ലോജിക്കിൻ്റെ ഞാൻ പോട്ടെ, ആ സ്റ്റോറിയിൽ ലോജിക്കിൻ്റെ ഒരുപാട് പ്രശ്നമുണ്ട്, അതെല്ലാം മാറ്റി നിർത്തട്ടെ. ലാഗ്, ഒരു രക്ഷയില്ലാത്ത ലാഗ്. ഉറങ്ങിപ്പോവും. 4 മണിക്കൊക്കെ ഫാൻ ഷോ വെച്ചിട്ട് ഉറങ്ങിപ്പോവും, മനുഷ്യൻ ഉറങ്ങിപ്പോവും. അല്ലാതെ അങ്ങനെ അത്രയ്ക്ക് ഒരുപാട് പേര് ഉറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ വളരെ മോശം ഒരു പ്രവണത കാണാനുണ്ടായിരുന്നു. അതായത് സിനിമയുടെ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള രംഗം എത്തിയപ്പോഴേക്ക് കുറച്ച് ആൾക്കാർ എഴുന്നേറ്റ് വന്ന് ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിലിരുന്ന് കൂവാൻ തുടങ്ങി. അങ്ങനെ ഒരു പ്രവൃത്തി എന്താണ്, അത് പെയ്ഡായിട്ട് ചെയ്തതാണോ ഇല്ലയെന്നറിയില്ല. അത് പക്ഷേ വളരെ മോശമായിരുന്നു. വനിതാ തിയേറ്ററിലാണ് എറണാകുളത്ത്. വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. ആരുടെ ഫാനും ആയിക്കോട്ടെ, ആരുടെ സിനിമ ആയിക്കോട്ടെ, സിനിമ കാണുമ്പോഴത് ആസ്വദിക്കുക, സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക. അല്ലാതെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് കയറി ബഹളം ഉണ്ടാക്കി മറ്റുള്ളവരുടെ വ്യൂയിങ് എക്സ്പീരിയൻസ് കൂടെ നശിപ്പിക്കുന്നത് മോശമാണ്. ഇഷ്ടമല്ലേ കിടന്നുറങ്ങിക്കോളൂ, ആർക്കും ഒരു ശല്യമില്ല. അങ്ങനെയല്ല, ഇങ്ങനത്തെ ഓരോ പരിപാടികൾ കാണിക്കുന്നത് മോശമാണ്. ഞാൻ അപ്പം തന്നെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് മാറണം എന്ന് പറഞ്ഞു. മാറി കഴിച്ച് പോയി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്തായാലും അത് എനിക്ക് എന്തോ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി. എനിവേസ് നമുക്ക് സിനിമയിലേക്ക് തിരിച്ചു വരാം. സിനിമ ഞാൻ പറഞ്ഞല്ലോ ഒരു വളരെ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു സിനിമയാണ്. OTT-യിലൊന്നും വന്നു കഴിഞ്ഞാൽ ഇത് എടുത്തിട്ട് ഉടുക്കും ആൾക്കാർ, അങ്ങനെ ഉടുക്കാൻ പറ്റുന്ന സാധനങ്ങളുള്ള സിനിമയാണ്. 1-2 ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സീനുകളുണ്ട് എന്നുള്ള വിഷയം കഴിഞ്ഞാൽ പിന്നെ സൂര്യയുടെ ഭയങ്കരമായിട്ടുള്ള എഫേർട്ടുണ്ട്. ത്രൂ ഔട്ട് ദ മൂവി ആ ഒരു ക്യാരക്ടർ പിടിച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എഫേർട്ടാണ്. പിന്നെ എനിക്കിതിൻ്റെ കഥയിലൊരു മെയിൻ ലിങ്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ചിലപ്പോൾ അടുത്ത സിനിമയിൽ റിവീൽ ചെയ്യുമായിരിക്കും. ഇതിനകത്ത് അവർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടെന്ന് ഈ മറ്റേ നമ്മുടെ ഫ്രാൻസിസ് സൂര്യ ഫോണിൽ കൂടെ പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അടുത്ത സിനിമയിൽ റിവീൽ ചെയ്യുന്ന പറയുന്നു.
അടുത്ത സിനിമ ഇതിലും മെച്ചമായിട്ട് നല്ലൊരു സിനിമയായിട്ട് അവർക്ക് എടുക്കാൻ പറ്റട്ടെ. കാരണം സൂര്യ എന്ന് പറഞ്ഞൊരു നടനും ശിവ എന്ന് പറഞ്ഞ ഡയറക്ടറും അവരുടെ ഈ ഒരു ക്രൂ ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ഇതിനു വേണ്ടിയുള്ള ഡ്രസ്സ് തയ്പ്പിക്കാൻ അത് ഇതെന്ന് പറഞ്ഞ് വൈദവേ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിന് ഒരു ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്ന കാര്യം ബോബി ഡിയോളിന്റെ കാലിൽ ബേബി സോക്സ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ബോബി ഡിയോൾ ഒരു ക്രൂരനായ വില്ലനാണ്, കാലിട്ടേക്കുന്ന ബേബി സോക്സ് ആണ്. പോട്ടെ, അത് വിടും. എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തെടുത്തൊരു സിനിമയാണ്. മേക്കപ്പിന്റെ ആയാലും എന്ത് കാര്യമായാലും ഒരുപാട് കഷ്ടപ്പെട്ട് അവർ ചെയ്ത സിനിമയാണ്. പക്ഷെ ഭയങ്കരമായിട്ട് അത് പാളിപ്പോയിട്ടുണ്ട്. ഇനി അടുത്ത സിനിമയിൽ അവർക്ക് ഇതെല്ലാം ശ്രദ്ധിച്ച് മെച്ചപ്പെടുത്തി ഒരു കിടന്ന സിനിമയായിട്ട് വരാൻ പറ്റട്ടെ അങ്ങനെ വിചാരിക്കുന്നു. കാരണം നമ്മളൊരു സിനിമ എടുക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ചിന്തിക്കണമല്ലോ. സോ എനിവേസ്, ഇതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. റേറ്റിംഗ് ഒരു 2 അല്ലെങ്കിൽ 1.75 അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. 1.75 നിങ്ങൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ തിയേറ്ററിൽ കാണുന്നവരാണെങ്കിൽ 3D എഫക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. 3D ഒക്കെ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം. അല്ലാതെ നിങ്ങൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, തിയേറ്റർ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഞാനിപ്പോൾ പറഞ്ഞത് തികച്ചും എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. സോ അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും എതിരഭിപ്രായങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ആയിട്ട് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Vlogs എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്. കാക്കനാട് 2-3 ദിവസമായിട്ട് അറ്റ്മോസ്ഫിയറിൽ ഭയങ്കരമായിട്ട് സ്മോക്ക് കാണപ്പെടുന്നുണ്ട്. എനിക്ക് മാത്രം തോന്നുന്നതാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇനിയിപ്പോൾ നമ്മുടെ ഈ സ്മോഗ് എഫക്റ്റ് ആണോ അതോ ബ്രഹ്മപുരത്ത് നിന്നുള്ള എന്തെങ്കിലും ലീക്കേജ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. സോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. സോ മറ്റൊരു വീഡിയോ കാണാം. അതൊരിക്കലും GJ സൈനിങ് ഓഫ്. ബൈ.